നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അയോധ്യയിൽ NSG കമാൻഡോ സെന്റർ തുറക്കുമെന്ന വാർത്തയ്ക്കിടെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് രാമക്ഷേത്രം തകർക്കുമെന്ന ഭീഷണി മുഴക്കി. തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള ഒരു ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഭീഷണിയുടെ ശബ്ദരേഖ വൈറലായതിനെ തുടർന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഭീഷണിയെ തുടർന്ന് അയോധ്യയിലും വാൽമീകി വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. തങ്ങളുടെ മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിതു, ഇനി അത് ബോംബിട്ട് തകർക്കുമെന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. 2005 മുതൽ രാമജന്മഭൂമിക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു മുമ്പും ക്ഷേത്രത്തിന് നേരെ ഭീകരാക്രമണ ഭീഷണി ഉയർന്നിരുന്നു. ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയിൽ ആമിർ എന്ന് തിരിച്ചറിഞ്ഞ ജെയ്ഷെ ഭീകരൻ പറയുന്നത് മുമ്പ് സ്ഥലത്തുണ്ടായിരുന്ന പള്ളി മാറ്റി ക്ഷേത്രം സ്ഥാപിച്ചുവെന്നും ഇപ്പോൾ ക്ഷേത്രം ബോംബ് ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ള പദ്ധതികൾ നടക്കുകയാണെന്നും ഇയാൾ അവകാശപ്പെടുന്നു. തങ്ങളുടെ 3 ആളുകൾ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ ക്ഷേത്രം പൊളിക്കേണ്ടത് അനിവാര്യമാണെന്നും അമീർ പറയുന്നു. സുരക്ഷാ ഏജൻസികൾ നിലവിൽ ഓഡിയോ പരിശോധിച്ചു വരികയാണ്. ഇതിനിടെയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് സെന്റർ തുറക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കുന്നത്. നിലവിൽ UPSSF, ATS, PAC എന്നിവയുടെ ബറ്റാലിയനുകളാണ് അയോധ്യയിൽ വിന്യസിച്ചിരിക്കുന്നത്. രാമക്ഷേത്രം നിർമ്മിച്ചതു മുതൽ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള രാമഭക്തരുടെ തിരക്ക് കാരണം അയോധ്യയുടെ സുരക്ഷയെക്കുറിച്ച് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സെൻസിറ്റീവ് ആണെന്ന് വൃത്തങ്ങൾ പറയുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല UP പ്രത്യേക സുരക്ഷാ സേനയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ UPSTSന്റെ ഒരു യൂണിറ്റും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോഴിത് NSG കേന്ദ്രം തുറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. NSG ആസ്ഥാനത്തെ നിരവധി ഉദ്യോഗസ്ഥർ അയോധ്യയിൽ ക്യാമ്പ് ചെയ്യുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. അയോധ്യ നഗരത്തിൽ NSG കേന്ദ്രം തുറക്കാൻ ശുപാർശ ചെയ്ത റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ആഭ്യന്തര മന്ത്രാലയം ഇപ്പോഴും ഇത് പരിഗണിക്കുകയാണ്. പത്താൻകോട്ട് സൈനിക ക്യാമ്പിനടുത്തും കേരളത്തിലും NSG യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.